ആറ്റുകാൽ ദേവീക്ഷേത്രം മുടിപ്പുര, ആറ്റുകാൽ പഴയ മുടിപ്പുരയാണ്. ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ ഇന്ന് ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഇന്ന് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല, ലോകം മുഴുവൻ നടന്നിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് തന്ത്രത്തിൽ പൊങ്കാലയില്ല, കാവടിയില്ല, അമ്മൻകുടയില്ല, ഇതൊന്നും ഈ പറയുന്ന ക്ഷേത്രതന്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ക്ഷേത്രതന്ത്രത്തിൽ പൊങ്കാലയില്ല. ഇതൊക്കെ ദേശാചാരമാണ്. ഈ തന്ത്രപദ്ധതിയിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാടനും യക്ഷിയും, മാടൻ ശിവനാവുകയും ബ്രഹ്മരക്ഷണ വിഷ്ണുവായിട്ട് പൂജിക്കുന്ന ഇടങ്ങളുണ്ട്. ഈ തമ്പുരാൻ സങ്കല്പങ്ങൾ, ഈ പഴയ പണ്ടത്തെ രാജാക്കന്മാരും പ്രജകൾക്ക് അത്രയും ആയിരവില്ലി എന്ന് പലയിടത്തും ശിവനാണ്, ചിലടത്ത് ശാസ്താവാണ്, ചിലടത്ത് വനദുർഗയായിട്ട് വരെ ആയിരവല്ലി ആരാധിക്കും. ഈ മന്ത്രങ്ങൾ, ഈ സഹസ്രനാമം അവിടെ അലയൊടിച്ചുയരുമ്പോൾ അത് അവിടെ അന്തരീക്ഷത്തിൽ എന്തായാലും മാറ്റങ്ങൾ. പലയിടത്തും ദേവി വഴി ചോദിക്കുന്നത്, കുട്ടികളടുത്ത് വഴി ചോദിക്കും, മാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും, പ്ലാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും. മാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും, മാവ് പറഞ്ഞു കൊടുക്കും. പാണൻ ദേവിയെ കണ്ട ഉടനെ ചൂണ്ട വലിച്ചെറിഞ്ഞ് ദേവി വന്ന് നമസ്കരിക്കുന്നു. അപ്പം ചോദിക്കും, നീ എന്തിനാണ് എന്നെ നമസ്കരിച്ചത്? അപ്പം ചോദിക്കും, ഇത് ഭദ്രകാളി മാതാവല്ലേ എന്നാണ് അയാൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഇത് സാധാരണ കൊന്നുതോറ്റം പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കൊന്നുതോറ്റം പാട്ട്. കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് ദേവിയുടെ ഭർത്താവായ പാലകൻ എന്നാണ്. അപ്പോൾ അതവിടെ കല്യാണം കഴിക്കുന്നില്ല, പക്ഷേ അത് കല്യാണം കഴിക്കുന്നതിൻ്റെ വർണ്ണനകൾ. അത് കഴിഞ്ഞ് ദേവിയും പാലകരും കൂടെ തെക്കൻ കൊല്ലത്ത്, ദേവി വളരുന്ന തെക്കൻ കൊല്ലത്താണ്. തെക്കൻ കൊല്ലത്ത് നിന്ന് വടക്കൻ കൊല്ലത്തോട്ട് പോവുകയും വടക്കൻ കൊല്ലത്ത് എത്തുകയും ദേവിയുടെ അവതാര ഉദ്ദേശം പാണ്ഡ്യരാജാവിനെ വധിക്കുക എന്നുള്ളതാണ്. പാലകരുടെ കച്ചവടത്തിനായിട്ട് പറഞ്ഞേക്കുന്നു. പാലകർ വാണിഭനാണ്, കച്ചവടത്തിനായിട്ട് പറഞ്ഞേക്കും. അവിടെ ചെല്ലുമ്പോൾ മധുരയിൽ ചെല്ലുമ്പോൾ ദേവിയുടെ ചിലമ്പ് കൂടെ കൊടുത്തു വിടുന്നുണ്ട് പാലകർക്ക്. അപ്പം അവിടെ വെച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ചതിയിൽ പാലകർ, അതിപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിച്ച ഒരുപാട് സമയം നമുക്ക് എടുക്കും. ഇല്ല, പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പം അവിടെ വെച്ച് ഈ രാജാവിൻ്റെ, അതായത് പാണ്ഡ്യരാജാവിൻ്റെ രാജ്ഞിയുടെ പെരുന്തേവിയുടെ ഇത് 2 ചിലമ്പും വിളക്കാനായിട്ട് ഈ സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിക്കുകയുണ്ട്. ഈ സ്വർണ്ണപ്പണിക്കാരൻ അതൊരെണ്ണം കൈക്കലാക്കി. ആ സമയത്താണ് ഈ പാലകർ ദേവിയുടെ ചിലമ്പുമായിട്ട് വരുന്നത്. അപ്പോൾ ദേവിയുടെ ചിലമ്പുമായിട്ട് വരികയും ആ രാജ്ഞിയുടെ ചിലമ്പിനോടുകൂടി ദേവിയുടെ ചിലമ്പിന് സാമ്യം ഉള്ളതുകൊണ്ട് ഈ സ്വർണ്ണപ്പണിക്കാരൻ പാലകൻ ദേവിയുടെ രാജ്ഞിയുടെ ചിലമ്പ് കട്ടുവെന്ന് പാണ്ഡ്യരാജാവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യരാജാവിടെ ന്യായങ്ങൾ നോക്കാതെ പാലകരെ വധിക്കാനായിട്ട് കൽപ്പിക്കേണ്ടത്. അങ്ങനെ പാണ്ഡ്യരാജാവ് പാലകരെ വധിക്കും. ദേവിയുടെ ഭർത്താവിനെ വധിക്കുന്ന സമയത്ത് ദേവി സ്വപ്നം കൊണ്ട് എണീക്കുകയാണ്. അങ്ങനെ ദേവി എല്ലാവരുടെ അടുത്തും വഴി ചോദിച്ചു വരുന്നൊരു രംഗമുണ്ട്. വളരെ ഹൃദയസ്പർശിയാണ് തോറ്റംപാട്ടിൽ. അപ്പം ദേവിയെ ആരും തിരിച്ചറിയില്ല. ദേവി ഒരു വയസ്സായ സ്ത്രീയുടെ രൂപത്തിലാണ് വരുന്നത്. 60-70 വയസ്സ് തന്നെ തല നരച്ച ഒരു കൂലിപ്പിടിച്ച വൃത്തിയായിട്ടാണ് വരുന്നത്. അങ്ങനെ പലയിടത്തും ദേവി വഴി ചോദിക്കുന്നത്, കുട്ടികളടുത്ത് വഴി ചോദിക്കും, മാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും, പ്ലാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും. മാവിൻ്റെ അടുത്ത് വഴി ചോദിക്കും, മാവ് പറഞ്ഞു കൊടുക്കില്ല. അപ്പം മാവിന് കൊടുക്കുന്ന വരമാണ്, നീ നടന്നു പോകുമ്പോൾ കൊച്ചു കുട്ടികൾ കണ്ടാലും നിന്നെ ഒരു കല്ലെടുത്തെറിയും. അതുപോലെ തന്നെ നിന്റെ തടി വെട്ടി തെക്കേപ്പുറത്തുള്ള കർമ്മത്തിനെടുക്കും. പിന്നെ നിന്റെ തടി വെട്ടിയിട്ട് തോണി ഉണ്ടാക്കും. ഈ തോണി രാജാവ് കയറുമ്പോൾ അത് പള്ളിത്തോണിയാണ്, എന്നാൽ ചാമ്പൽ കയറ്റുമ്പോഴോ അത് ചാമ്പത്തോണിയാണ്. അവസ്ഥകളാണ്. ആ ഒരു സാധനം തന്നെ പലരും കയറുള്ള അവസ്ഥകളാണ് അവിടെ വന്നത്. വരിക്കപ്പലാവിന് ദേവി കൊടുക്കുന്നതാണ്, എൻ്റെ മുടി നിന്റെ തടിയിൽ പണി, വരിക്കപ്പല വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പലരിടത്തും ദേവി വഴി ചോദിച്ചു വന്ന് ആരും ദേവി അങ്ങനെ ദേവി ഈ പാണ്ഡ്യരാജാവിൻ്റെ അവിടെ ആ നാട്ടിലെത്തുമ്പോൾ ആറിൻ്റെ കരയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാണൻ, ചെറുപാണൻ. കാര്യം ഇതെല്ലാം എല്ലാ വിധത്തിലുള്ള ജനങ്ങളെ ഈ സ്പർശിച്ചു വരികയാണ്. പാണൻ ദേവിയെ കണ്ട ഉടനെ ചൂണ്ട വലിച്ചെറിഞ്ഞ് ദേവി വന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പം ചോദിക്കും, നീ എന്തിനാണ് എന്നെ നമസ്കരിച്ചത് എന്ന് ചോദിക്കും. അപ്പം ചോദിക്കും, ഇത് ഭദ്രകാളി മാതാവല്ലേ എന്നാണ് അയാൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ദേവി അവനോട് ചോദിക്കുന്നു, നീ എന്നെ ഭദ്രകാളിയെ കണ്ടിട്ടുണ്ടോ? നീ എന്നെ തിരിച്ചു. അപ്പം പിന്നെ കണ്ടിട്ട് ഇവൻ ഉടനെ വർണ്ണിക്കും ദേവിയുടെ കൊടുന്തറവാലും പോലും ദേവിയുടെ തിരുമുടി തൊട്ട്, അതായത് മുടി തൊടൽ നഖം വരവൻ ഓരോ ഇതായിട്ട് വർണ്ണിക്കും. അത് കണ്ടാൽ ഭദ്രകാളി തോന്നും, നീട്ടി വിളിക്കുന്ന കുരലൊച്ച കേട്ടാൽ ഭദ്രകാളി തോന്നും, ആയുധം തോന്നുന്ന കൈകൾ കണ്ടാൽ ഭദ്രകാളി തോന്നും, ഇങ്ങനെ അടിതൊട്ട് തൻ്റെ മുടിവരെ കണ്ടാലും ഭദ്രകാളിയും തോന്നുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മ നമസ്കരിച്ചിരുന്നത്. അപ്പോൾ ദേവി പലർക്കും ഞാൻ വരം കൊടുത്തു, പക്ഷെ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല. നീ ഒരു എളിയവരാണ്, നീ തിരിച്ചറിഞ്ഞു, ഭക്തി കൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിനക്കെന്ത്, നീ എൻ്റെ ഭർത്താവിനെ കണ്ടോ എന്നാണ് എൻ്റെ അടുത്ത്. അയാൾ കാട്ടിക്കൊടുക്കുന്നു കുലനില. അപ്പോൾ അവിടെ ചെന്ന് ദേവി ഭർത്താവിനെ കാണിക്കുകയും തിരിച്ച് ദേവി കൈലാസത്തിൽ പോവുകയും അമൃത് കൊണ്ടുവന്ന ഭർത്താവിനെ ജീവിപ്പിച്ചെടുക്കുകയും ചെയ്യും. തോറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. ഇത് സാധാരണ കൊന്നുതോറ്റം പാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കൊന്നുതോറ്റം പാട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച ലാസ്റ്റ് പറഞ്ഞു, ഈ കൊന്നുതോറ്റം പാട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ഈ പാലകനെ തോറ്റിയതിന് ശേഷം ദേവി ദേവനായിട്ട് മാറ്റി ഇരുത്തിയതിനു ശേഷം ഈ സ്വർണ്ണപ്പണിക്കാരനെ ദേവി കൊല്ലും. അടുത്ത ദേവി പാണ്ഡ്യരാജാവിൻ്റെ പാണ്ഡ്യരാജാവിനെയും കൊല്ലും. പാണ്ഡ്യരാജാവിനെ കൊന്നിട്ട് ദേവി ഒടുവിൽ കൊടുങ്ങല്ലൂർ
അപ്പം തിരിച്ച് പാണ്ഡ്യരാജൻ ശിരസും കൊണ്ട് ഈ ദാരികനെ കൊന്നതിൻ്റെ വൽഭാഗത്ത് ശിവൻ തൃക്കാഴ്ചയാണ് അതുകൊണ്ട് തൂക്കിയിടും. അപ്പോൾ പറയും, മകളെ നീ എവിടെ പോകണം? കൈലാസത്തുണ്ട്. ഞാൻ കൈലാസത്ത് ഇരിക്കാമെന്ന് പറഞ്ഞു. സ്വഭാവത്തിൽ കൈലാസത്തിൽ നിന്നാൽ ശരിയാവില്ല, നീ ഒരു കാര്യം ചെയ്യുക, മലനാട്ടിൽ പോയിക്കോളൂ. അപ്പം പറഞ്ഞു, ഇല്ല, എന്നെ പറഞ്ഞു പിശാച് എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കും. അപ്പം പറഞ്ഞു, നിന്നെ ആരും കളിയാക്കിയാൽ അവരെ എൻ്റെ ശാപവും കൂടെ അവർക്ക് വരും. അതുകൊണ്ട് നീ എവിടെ പോകുന്നോ അവിടെ നീ ഇതായിട്ടിരിക്കുക എന്നാണ് ദേവി പറഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ദേവി കൊടുങ്ങല്ലൂർ വന്ന് കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. പാട്ടനുസരിച്ച് കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് ദേവിയുടെ ഭർത്താവായ പാലകൻ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദേവി കൊടുങ്ങല്ലൂർ കുടികൊണ്ട് തന്നെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധ വരങ്ങളും നൽകിയിരിക്കുന്നത്. ഇതാണ് ഭദ്രകാളി പാട്ടിൻ്റെ ഇതിവൃത്തം. അപ്പം തിരിച്ച് ഈ പാട്ട് കഴിഞ്ഞ് ദേവി കൊടുങ്ങല്ലൂരിൽ ഇരിക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ദേവി ഇവിടെ വന്ന ദേവി അതുപോലെ കൊടുങ്ങല്ലൂരിൽ തിരിച്ചെത്തിയെന്നാണ് സങ്കല്പം. അതോടുകൂടി ഇവിടെ ഉത്സവം തീരുകയാണ്. പിന്നെ ഈ മുടിപ്പര പൊളിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ ക്ഷേത്രമില്ല, ഈ പറഞ്ഞ ആചരണങ്ങളൊന്നുമില്ല. പിറ്റേന്ന് വീണ്ടും അവിടെ കൃഷി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വയലേലകളിൽ താൽക്കാലിക മുടിപ്പുരകളെ കെട്ടിയുണ്ടാക്കി അവിടെ ആചരിച്ച് വന്നിരുന്നതാണ് ഈ ഭദ്രകാളി ആരാധന കൂടുതൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. അതൊക്കെ ഇന്ന് പല മഹാക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാൽ ദേവീക്ഷേത്രം ആറ്റുകാൽ പഴയ മുടിപ്പുരയായിരുന്നു. ആറ്റുകാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ ഇന്ന് ഭഗവതി ക്ഷേത്രം എന്നാണ് പറയുന്നതെങ്കിലും അവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. വടക്കോട് ദർശനമുള്ള ദാരുബിംബമാണ്, യഥാർത്ഥ ദാരുബിംബമാണ്, മുടിയുടെ ആകൃതിയിലുള്ള ഇവിടെ പൂർണ്ണകായ വിഗ്രഹം വരിക്കപ്ലാവിൻ്റെ തടിയിൽ കൊത്തിയതാണ് ആറ്റുകാൽ. ആറ്റുകാലിൽ ഇന്ന് പൂജ തന്ത്രവിധി പ്രകാരം 3 ശീവേലി, 4 പൂജയും വർഷത്തിൽ ഈ പറയുന്ന തന്ത്രസമുച്ചയ വിധി പ്രകാരമുള്ള മുളയിട്ട് സഹസ്രകലശമെല്ലാം നടക്കുന്നത്. ഉത്സവം ഇന്നും ഭദ്രകാളിപ്പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല, ലോകം മുഴുവൻ നടന്നിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്, ആ കഥ കൊണ്ടുപോകുന്നത് ദേവീക്ഷേത്രത്തിന് മുന്നിൽ പാട്ടുകാർ പാടുന്ന ആ കഥയിലൂടെയാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. ആ പാട്ടുപുരയിലാണ് അവിടുത്തെ ഉത്സവം. നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു വേണം, ആ പാട്ടുപുരയിലാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത്. ആ പാട്ടുപുരയിൽ പാടുമ്പോൾ ആ പാട്ടുകാർക്ക് ദേവി കൊടുങ്ങല്ലൂരിൽ നിന്ന് ആറ്റുകാലിരിക്കുന്ന ദർശനം അവരെ കണ്ണിൽ കാണുമ്പോഴാണ് അവിടെ ഉത്സവ ആരംഭം തുടങ്ങുന്നത്. കാപ്പ് കെട്ടി കൊടിയേറ്റുന്നത്. ആക്ച്വലി അവിടെ കൊടിയേറ്റില്ല. മറ്റു ക്ഷേത്രങ്ങൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആറ്റുകാലിൽ കൊടിയേറ്റ് എന്ന് പറഞ്ഞ ചടങ്ങില്ല. അപ്പോൾ ആറ്റുകാലിൽ ഈ പറയുന്ന ആറ്റുകാലിൽ ഈ പറയുന്ന 3-ാം ദിവസം അവിടെ മാലപ്പറന്തി ഇവിടെ വിവാഹം നടക്കുന്നത്. ഈ നോട്ടീസ് എടുത്ത് നോക്കിയാൽ 7-ാം ദിവസത്തെ ഉത്സവം അവിടെ രാവിലെ 7 മണിക്കാണ് നട തുറക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിത്യവിധാനം അനുസരിച്ച് രാവിലെ 5 മണിക്കാണ് ദേവിയുടെ നിർമ്മാല്യ ദർശനം. അപ്പം അവിടെ തന്ത്രവിധി അല്ലെങ്കിൽ തന്ത്രാചാരം ദേശാചാരത്തിന് വഴിമാറുന്ന ഒരു ദിവസമാണ് ആറ്റുകാലിലെ 7-ാം ഉത്സവ ദിവസം. പക്ഷെ എങ്ങനെയാണ് അത് തന്ത്രശാസ്ത്രത്തിലേക്ക് പോയത് എന്നൊരു ചോദ്യമില്ല. അത് തീർച്ചയായും അത് യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ പറ്റുമോ? അല്ല, കാലാകാലങ്ങളായിട്ട് അതൊരു ഇപ്പോൾ കമ്പൈൻഡാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഭദ്രകാളിക്ക് മാത്രമല്ല, നമ്മുടെ പ്രാദേശികമായിട്ട് ആചരിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നെ തന്ത്രത്തിലോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ തമ്പുരാൻ ആരാധനകൾ, മാടൻ, യക്ഷി സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അജഗജാന്തരമായിട്ടുള്ള ഒരു സങ്കല്പങ്ങളുണ്ട്. വടക്കും തെക്കുമുള്ള യക്ഷിമാർക്കെല്ലാം നമുക്ക് പറയാം, യക്ഷിമാരും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇന്ന് താന്ത്രികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പം തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ്, തന്ത്രിയാണ് എങ്കിൽ തന്നെയും ഇതെല്ലാം ഇന്ന് ഒരു വിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി മുഴുവനായിട്ട് ക്ഷേത്ര സംവിധാനം എന്നൊരു രീതിയിൽ ആയിട്ടുണ്ട്. കാര്യം ക്ഷേത്ര സംവിധാനം, ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ അതിന് ആവശ്യമുണ്ട്. അതിൻ്റെ ഘടകങ്ങൾ ഉള്ളപ്പോഴേ നമുക്ക് ക്ഷേത്രം എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള നമ്മുടെ കുടുംബാചരണമോ കുടുംബാലയങ്ങളെല്ലാം നമ്മൾ ക്ഷേത്രങ്ങളെന്നാണ് പറയുന്നത്. കാര്യം കുരിയാലകൾ ഇന്ന് ക്ഷേത്രങ്ങളാണ്. ഇതെല്ലാം ക്ഷേത്രങ്ങളെന്ന് അറിയപ്പെടുന്നു. ഇതെല്ലാം ഈ സമ്പ്രദായങ്ങളെല്ലാം, പല സമ്പ്രദായങ്ങൾ ഇന്ന് ഈ സമ്പ്രദായങ്ങളെല്ലാം മാറി വന്നിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഭദ്രകാളിയുടെ ആരാധനകൾ. പക്ഷേ ഇന്നും ഈ പറയുന്ന സമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അവിടുത്തെ ഏതെങ്കിലും ഒരു ആചരണം ആ ദേശാചാരമായിട്ടോ ആ പാരമ്പര്യ ആചരണമായിട്ടോ ബന്ധം നമുക്ക് പറയാം. അപ്പം ഞാൻ പറഞ്ഞു ആറ്റുകാലം എന്ന് പറയുന്നത് അവിടുത്തെ ഉത്സവം ഇപ്പോഴും ഭദ്രകാളിപ്പാട്ടിലാണ് നടക്കുന്നത്. ഈ ദേവിയുടെ ഈ നേരത്തെ പറഞ്ഞാൽ 7-ാം ഉത്സവ ദിവസം 7 മണിക്കാണ് നട നടക്കുന്നത്. അപ്പം അവിടെ തന്ത്രാചാര അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കൊടുത്ത ആ പടിത്തരം ഒരു ദിവസം ഈ ദേശാചാരത്തിന് വഴിമാറി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 7 മണിക്ക് ദേവിയുടെ നട തുറക്കും. ഈ 365 ദിവസം ദേവിയുടെ ശ്രീകോവിലിന് മുന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കിടാവിളക്ക് ഈ പാലകരെ കൊല്ലുന്ന സമയം പാട്ടുകാർ പാടുമ്പോൾ അണയ്ക്കും. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, ഈ ശ്രീകോവിലിൻ്റെ മറ്റേ നമ്മുടെ ഗോപുരത്തിൻ്റെ മുകളിൽ, അതായത് ഫ്രണ്ടിലെ നാലമ്പലത്തിൻ്റെ മുകളിൽ ദേവിയുടെ ഒരു ശില വെച്ചിട്ടുണ്ട്. ഒരു സാരിയെ കുടിപ്പിച്ചിരിക്കണം. ഈ ശില തുണി കൊണ്ട് മറയ്ക്കും. കാര്യം ആ സമയത്ത് ദുഃഖമാണ്. അപ്പോൾ 7 മണി വരെ അന്നത്തെ ദിവസം നട തുറക്കില്ല. പാലകർ തലേദിവസം വെളുപ്പിന് ഒരു 1 മണിക്കോളം
പാലകരെ കൊല്ലുന്ന രംഗം പാടിക്കഴിഞ്ഞാൽ പിന്നെ നിശബ്ദത തീർച്ചയായും. രാവിലെ 7 മണിക്ക് പാലകരെ തോറ്റിയതിന് ശേഷമാണ് പുണ്യാഹവും മറ്റ് കറികളും തുടങ്ങി ദേവിയുടെ പൂജ തുടങ്ങുന്നത്. അത് ഉത്സവം 9ാം ഉത്സവത്തിനാണ് ദേവിയുടെ പൊങ്കാല, 7ാം ഉത്സവത്തിനാണ് ഈ സംഭവം. അപ്പോൾ ദേശാചാരത്തിൽ നിന്ന് വാഴി മാറി കൊടുക്കുന്നു. അപ്പം അവിടെ ഉത്സവം അല്ലെങ്കിൽ ഈ വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ഈ ഭദ്രാളിപ്പാട്ടിലാണ്. ഒരു ഭദ്രാളിലാക്കാണ് ഈ ഉത്സവം. ഇതൊക്കെ ഈ നമ്മുടെ തന്ത്രത്തിൽ പൊങ്കാലയില്ല, തന്ത്രത്തിൽ പൊങ്കാലയില്ല, കാവടിയില്ല, അമ്മൻകുടയില്ല, ഇതൊന്നും ഈ പറയുന്ന ക്ഷേത്രതന്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ക്ഷേത്രതന്ത്രത്തിൽ പൊങ്കാലയില്ല. ഇതൊക്കെ ദേശാചാരമാണ്. ഈ ആളുകൾ കാവടി എടുക്കുന്നതാണെങ്കിലും ഏതെങ്കിലും ദേശാചാരങ്ങളാണ്, വന്നുള്ള ആചാരങ്ങളില്ല. അത് ഈ പറയുന്ന പിന്നെ ക്ഷേത്ര പദ്ധതികളിൽ ഇത് പറയുന്നില്ല. തന്ത്രസമുച്ചയത്തിൽ പൊങ്കാലയില്ല. നമ്മൾ നോക്കിയറിയാം, അങ്ങോട്ട് പൊങ്കാലയില്ല. കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് പൊങ്കാല വരുന്ന പുതിയാവിലാണ്. പുതിയാവിൽ പൊങ്കാല വന്നപ്പോൾ ഇപ്പോൾ എല്ലായിടവും പൊങ്കാല. ഇപ്പോൾ പൊങ്കാല എന്ന് വെച്ചാൽ പല രീതിയിലാണ്. ഗണപതിക്ക് കൊഴക്കട്ട പൊങ്കാല, ശാസ്താവിന് എള്ളു പൊങ്കാല, പൊങ്കാലയ്ക്ക് പല പേരുകളുണ്ട്. സൂര്യ പൊങ്കാല, ചന്ദ്ര പൊങ്കാല, വാവ് പൊങ്കാല. നമ്മുടെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പം പൊങ്കാലുണ്ട്. ആദ്യത്തേന് ഭദ്രകാളിക്കാണ് പൊങ്കാല ഇടാൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് പണ്ട് ആദ്യത്തിന് പൊങ്കാല ഇടും. ഞായറാഴ്ച ദിവസം ആദ്യത്തിന് പൊങ്കാല ഇട്ട് പണ്ടത്തെ അമ്മൂമ്മമാരുടെ അടുത്ത് വെച്ചൊക്കെ അവർ ഞായറാഴ്ച ദിവസം ആദ്യത്തിന് പൊങ്കാല ഇട്ട് സമർപ്പിക്കുന്ന ചടങ്ങ്. അതുപോലെയുള്ള ദേവതയാണ് ഭദ്രകാളി. പൊങ്കലാണ് പൊങ്കാലയായിട്ട് മാറി. തമിഴ്നാടുമായിട്ട് ചെന്തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് തിരുവനന്തപുരത്താണ് പണ്ട് ഈ പൊങ്കാലയ്ക്ക് പ്രാധാന്യം വന്നത്. കാര്യം ഇപ്പം കന്യാകുമാരി തമിഴ്നാട്ടിൽ പോയെങ്കിലും പഴയ തിരുവിതാംകൂറാണല്ലോ. ഇതിൽ ആ പൊങ്കൽ എന്ന ആ ഒരു സമ്പ്രദായം കൂടെ പൊങ്കാലയായിട്ട് നമ്മൾ മാറിയത്. അങ്ങനെ തിരുവിതാംകൂറിന് നമ്മുടേതായ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിന് മാത്രമുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. ഇന്നലെ ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ലോകം മൊത്തം അല്ലെങ്കിൽ നമ്മുടെ കേരളം മൊത്തം ആചരിക്കപ്പെടുന്നു. പിന്നീട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ പൊങ്കാല എല്ലാവർക്കും പൊങ്കാല, വിഷ്ണുവിന് പൊങ്കാല, ശ്രീകൃഷ്ണന് പൊങ്കാലയായി, ശാസ്താവിന് പൊങ്കാലയായി, ഗണപതിക്ക് പൊങ്കാല, അങ്ങനെ ഇവിടെ കാവടികൾ പണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമുള്ളതായിരുന്നു. ഇപ്പൊ ചില അമ്മൻ കോവിലുകൾ കാവടി അടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല പറയും. ഇപ്പൊ ഇവിടുത്തെ കാവടിയുടെ ആചരണം ആയിരിക്കില്ല. ഇന്ന് ക്ഷേത്രങ്ങൾ തമ്മിലൊരു മത്സരമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെയൊക്കെ. ഇന്ന് കംപ്ലീറ്റ് അങ്ങനെ ആയിപ്പോയി. കാര്യം അവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെയും വേണം എന്നൊരു ആ അമ്പലത്തിലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ക്ഷേത്രം ഒന്നേ കാണും, ദേശക്ഷേത്രം എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് എല്ലാവരും പുറത്തുള്ളവർ നാട്ടിലെത്തുക, എല്ലാ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടുക, പുതിയ വസ്ത്രം എടുക്കുക, അന്നത്തെ ദിവസം സദ്യ ഒരുക്കുക, ഉത്സവത്തിന് അങ്ങനെ നമ്മൾ ഉത്സവം കാണാൻ പോകുന്നൊരു ഇത് തന്നെയുണ്ട്. അന്ന് ഈ പറയുന്ന എല്ലാവർക്കും സ്വന്തമായിട്ടൊരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുരിയാലി തക്കതൊക്കെ കാണും. ഇവിടെയൊക്കെ വർഷത്തിൽ ഒരിക്കലേ കാണത്തുള്ളൂ. അന്ന് പ്രത്യേകിച്ചൊരു പൂജാരി അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരൻ അപ്പോയിൻ്റ് ചെയ്യില്ല. കുടുംബത്തിൽ ഏതെങ്കിലും മൂത്ത അമ്മാവൻ കാരണവരായിരിക്കും ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നത്. പുള്ളി പൂജ ചെയ്യും. അവരെ മന്ത്രമൂർത്തി, യോഗീശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അന്ന് ഈ ഭൂതാലയ സങ്കല്പം എന്ന് പറയും. അതായത് ആരാധനകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദേവാലയം, ദേവാലയങ്ങളുണ്ട്, വീരാലയങ്ങളുണ്ട്, ഭൂതാലയങ്ങളുണ്ട്. ഈ മാടൻ, തമ്പൂരാൻ, ഇവരെയൊക്കെ പറയും വീരന്മാരെ ആരാധിക്കുന്നതാണ് വീരാലയങ്ങൾ. ഭൂതാലയങ്ങളിലാണ് ഈ നമ്മുടെ കുടുംബത്തിലും മരിച്ചുപോയ പിതൃക്കളായ യോഗീശ്വരൻ, മന്ത്രമൂർത്തി, മറത ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ആരാധിക്കുന്ന ഭൂതാലയങ്ങളുണ്ട്. ദേവാലയങ്ങൾ ഇതൊന്നുമല്ല, ഇതെല്ലാം വേറിട്ടൊരു സമ്പ്രദായമാണ്. പക്ഷെ ഇന്നതെല്ലാം ദേവാലയങ്ങളുടെ പദ്ധതിയിലാണ് പെടുന്നത്. നമ്മൾ ചെന്നാൽ അറിയാം, ഈ പറയുന്ന ഇവിടുത്തെ എല്ലായിടത്തും യഥാർത്ഥത്തിൽ ചില ദേവപ്രശ്നം ചില ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട് ദേവാലയങ്ങളിൽ പ്രേതപ്രതിഷ്ഠ പാടില്ലത്. പക്ഷേ ഇന്ന് ഇതെല്ലാം കൂടെ കമ്പൈൻഡാണ്. ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും കാണും. ഈ തന്ത്രപദ്ധതിയിലേക്ക് വന്നപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാടനും മാടൻ ശിവനാവുകയും യക്ഷി ഭുവനേശ്വരിയായും ദുർഗയായും ഭദ്രകാളിയായും പിന്നെ ചില പ്രാദേശിക വടക്കുള്ള ഗുരു മുത്തപ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ യോഗീശ്വരനെ ശിവനായിട്ട് പൂജിക്കുന്നുണ്ട്, ബ്രഹ്മരക്ഷനെ വിഷ്ണുവായിട്ട് പൂജിക്കുന്ന ഇടങ്ങളുണ്ട്. ഇനി തമ്പുരാൻ സങ്കല്പങ്ങൾ, ഈ പഴയ പണ്ടത്തെ രാജാക്കന്മാരും പ്രജകൾക്ക് അത്രയും അവരോട് ഒപ്പം നിന്നിരുന്ന ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അവർ വീരാരാധന സങ്കല്പത്തിൽ അദ്ദേഹം തമ്പുരാനായിട്ട് ആചരിക്കുന്ന സംഭവം. തന്ത്രപദ്ധതിയിലേക്ക് അന്ന് അദ്ദേഹം ശിവനായി. ആയിരവില്ലി എന്ന് പലയിടത്തും ശിവനാണ്, ചിലയിടത്ത് ശാസ്താവാണ്, ചിലയിടത്ത് വനദുർഗയായിട്ട് വരെ 1000 വരെ ആരാധിക്കുന്നുണ്ട്. കൊട്ടാരക്കര സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്. കാര്യം അങ്ങനെ പലയിടത്തും ഈ ദേവതകൾ മാറ്റങ്ങൾക്ക് വിധേയമായി. നമ്മളെ കുടുംബത്തിൽ ഇരുന്ന് വരുന്ന ഈ പറയുന്ന മന്ത്രമൂർത്തിക്ക് ഈ കുടുംബാചാരങ്ങളുള്ളതെല്ലാം കൂടെ നമ്മൾ കൊണ്ട് എന്ത് ചെയ്തു, ഈ ദേവാലയങ്ങളിലേക്ക് ഘടിപ്പിച്ചു. അപ്പം അത് നിൽക്കട്ടെ, അപ്പം അത് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതുപോലെ തന്നെ അവിടെ മറ്റൊരു വിവാദം വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഒരു സമാധി പീഠങ്ങളാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്.
ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും ഇതെല്ലാം സമാധി പീഠങ്ങളാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സമാധി പീഠങ്ങളുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ ദേവതയുടെ ശക്തി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അല്ല, അത് പല ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പല ഈ സമാധി പീഠങ്ങളിൽ, ഇപ്പം അഗസ്ത്യ മഹർഷിയുടെ സമാധിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ സമാധിസ്ഥന്റെ പല ഘടകങ്ങളുണ്ട്. ഒന്ന് സ്ഥലത്തിന്റെ ചൈതന്യം, ഒന്ന് അവിടെ എന്ത് വന്നാലും ആളുകൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസം. ഇപ്പം നമുക്ക് ഒറ്റ ഉദാഹരണം എടുത്താൽ ശബരിമല എന്നും വിവാദങ്ങളുടെ ഭൂമിയാണ്. അറ്റ് പ്രസന്റ് വരെ വിവാദങ്ങളുടെ ഭൂമിയാണ് ശബരിമല. പക്ഷെ അവിടെ ശബരിമല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവിടെ എത്തുന്ന അവിടുത്തെ മൂർത്തിയുടെ ചൈതന്യത്തിന് നമുക്ക് ആർക്കും ഒരു സംശയവും. കാര്യം അത് ദിവസം നാൾക്ക് കൂടി വരികയാണ്. കാര്യം അവിടെ ഒരു സമാധി ചൈതന്യം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സിദ്ധന്മാരുടെ കേന്ദ്രമാണെന്ന് പറയുന്നത്. കാരണം ശബരിമല എന്ന് വെച്ചാൽ അന്ന് സിദ്ധന്മാരുടെ ഒരു പ്രത്യേക സിദ്ധന്മാർ വിളയാടുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ നമ്മൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സിദ്ധന്മാരുടെ സമാധികളുണ്ട്, അവിടെ ഒരുപാട് മുനിമാർ തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രഭാവം ആ ഭൂമിയിൽ കാണും. നമ്മൾ ഏതൊരു ക്ഷേത്രങ്ങളാണ്, ഇപ്പോൾ ഗുരുവായൂർ എന്ന് വെച്ചാൽ അവിടെ ശുദ്ധിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. കാര്യം അവിടുത്തെ ആ വിഗ്രഹത്തിനുള്ള പ്രത്യേകത തന്നെ. ശുദ്ധി എന്ന് വെച്ചാൽ വളരെയധികം അവിടെ മൈന്യൂട്ടായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ശുദ്ധി. ആ ശുദ്ധിയിലാണ് അവിടുത്തെ ചൈതന്യം ഇരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ആറ്റുകാൽ പോലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു മുടിപ്പര, അവിടെ ചെന്ന് ആൾക്കാർ മനസ്സ് തുറന്ന് വിളിക്കും. നമ്മളിപ്പോൾ മുടിപ്പരയിലോട്ട് തിരിച്ചു വന്നാലും അവിടെ ചെന്ന് ആൾക്കാർ മനസ്സ് അമ്മ എന്ന് വിളിക്കുകയാണ്. അപ്പം അമ്മ എന്ന വിളിയിൽ ഇതെല്ലാം അവിടെ ലയിച്ചോണം. ആ അമ്മ എന്നുള്ള വിളിക്ക് അവിടെ ആ മന്ത്രത്തിൻ്റെ പോലും അത്രയ്ക്കുള്ള കാര്യം. അവിടെ ഈ മന്ത്രത്തിലോ അല്ലെങ്കിൽ മറ്റു തന്ത്രത്തിലോ അല്ല അവിടെ ആ ദേവതയുടെ ചൈതന്യം ഇരിക്കുന്നത് വെച്ചാൽ ഈ ആൾക്കാർ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിലാണ്. അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ എന്നുള്ള വിളി അവിടെ എല്ലായിടത്തും പ്രകമ്പനം കൊള്ളും. അപ്പം അവിടെ ഭക്തൻ അവിടെ ദേവിയിൽ അർപ്പിക്കുന്ന വിശ്വാസം. ചിലടത്ത് കാണാം ഈ കാര്യസിദ്ധി പൂജ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര കാര്യം. ഈ ലളിത സഹസ്രനാമമാണ് വായിക്കുന്നത്. അപ്പം ഇത്രയും ഖണ്ഡങ്ങളിൽ നിന്ന് ഒരേ സമയം ഈ മന്ത്രത്തിന് വൈബ്രേഷൻ ഉണ്ട്, അതറിയാലോ. മന്ത്രത്തിന് എന്തായാലും ചൈതന്യം. ഈ മന്ത്രങ്ങൾ ഈ സഹസ്രനാമം അവിടെ അലയൊടിച്ചുയരുമ്പോൾ അത് അവിടെ അന്തരീക്ഷത്തിൽ എന്തായാലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. അത് തന്നെയാണ് അവിടെ ഭക്തൻ എന്താണ് അവിടെ കൊണ്ടത്, അതാണ് ഏറ്റവും ഭക്തനെ ആകർഷിക്കുന്നതാണ്. അവിടുത്തെ ദേവതയുടെ ചെയ്യുന്ന ഭക്തനിലാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മുടിപ്പര കല അങ്ങനെ ഈ ആറ്റുകാൽ എന്ന് പറയുന്നത് ഈ പറയുന്നില്ല ആ മുടിപ്പര സിസ്റ്റത്തിലാണ് അവിടുത്തെ ഉത്സവങ്ങൾ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും ക്ഷേത്രവിധി വന്നിട്ടുണ്ടെങ്കിലും ദിവസം 4 പൂജയും 3 ശീവേലിയും ഒക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്, പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് ഈ ഭദ്രാളിപ്പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭദ്രാളിയുടെ ഇതിലാണ് ഇരിക്കുന്നത്. അവിടെ ആക്ച്വലി ആറ്റുകാലമ്മ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്, വടക്കോട്ടാണ്, ദാരുബിംബമാണ് അവിടുത്തെ പ്രശ്നം. അപ്പം അങ്ങനെ ഇന്ന് ഭഗവതി ക്ഷേത്രങ്ങളെന്ന് പറയുന്നുണ്ട്, പലതും ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ പൊതുവെ ദേവതമാർക്കല്ല. ആക്ച്വലി ഭഗവതി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് പറയുന്നതെങ്കിലും നമ്മൾ പൊതുവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ സ്ത്രീ ദേവതമാരുടെ എല്ലാ ക്ഷേത്രങ്ങൾക്കും നമ്മൾ സാധാരണ ഭഗവതി ക്ഷേത്രം എന്ന് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അത് ദുർഗയാവാം, കാളിയാവാം, ഇതേപോലെ പിന്നെ ഭുവനേശ്വരി ആവാം, അന്നപൂർണേശ്വരി, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ, സരസ്വതി പ്രതിഷ്ഠ, അതെല്ലാം ചിലയിടത്ത് ഭഗവതി ക്ഷേത്രങ്ങളെന്ന് തന്നെയാണ്